നമസ്കാരം. കേരളത്തിൽ ഇതര മതസ്ഥരുടെ ആഘോഷമായിട്ടുള്ള ഓണത്തിലൊന്നും പങ്കുചേരല്ലേ? അത് പങ്കുചേർന്നാൽ നമ്മുടെ മതത്തിനെതിരാണെന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ചില സുഡാപ്പി മൗദൂദി അല്ലെങ്കിൽ മതമാണ് പ്രശ്നം എന്ന രീതിയിൽ ജീവിക്കുന്നവരുടെ മുന്നിലേക്ക് ഒരു ദൃശ്യം അങ്ങ് സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കാൻ കാരണം പുതിയ കാലത്തെ കുട്ടികൾക്ക് സാമൂഹിക ബോധമുണ്ട്. അവർക്ക് മനുഷ്യർക്കിടയിൽ ജീവിക്കുമ്പോൾ മാനുഷിക ബന്ധമുണ്ട്. ചില മത അടിമകളെ വല്ലാതെ പൊള്ളിക്കുന്ന ഒരു ദൃശ്യമാണ്. ആട്ടവും പാട്ടവുമെല്ലാം മതത്തിന്റെ മറവിലിരുന്ന് തടയാമെന്ന് കരുതുന്നവർക്ക് മുന്നിലുള്ള ഒരു ഉത്തരമാണ് ക്യാമ്പസുകളിലെ ഓണാഘോഷം. ഓണം കണ്ടല്ലോ, അവർ മതപരമായിട്ടുള്ള വേഷം ധരിച്ചിട്ടുണ്ട്, ഒരു പ്രശ്നവും ഇല്ല. ആ കുട്ടികൾക്ക് മനസ്സിന് ഉല്ലാസം എന്താണോ അവരുടെ കൂട്ടുകാർക്കിടയിൽ ആ ഒരു ദിവസം അവരുടെ ജീവിതത്തിലെ ഒരു വലിയ ഓർമ്മയായിട്ട് അടയാളപ്പെടുത്തുക എന്നാണ്. ഏതൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഓരോ നിമിഷവും അവന്റെ മനസ്സിൽ ഓരോ ഓർമ്മകളായിട്ട് പതിപ്പിക്കേണ്ടതുണ്ട്. അല്ലാതെ എന്ത് ഡ്രൈ ജീവിതം, അതൊക്കെയല്ലേ മനുഷ്യർക്ക് വേണ്ടത്. നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാകുമ്പോഴാണല്ലോ ജീവിക്കാൻ തന്നെ നല്ലൊരു ഉത്സാഹങ്ങൾ ഉണ്ടാകുക, നല്ല നല്ല സന്ദർഭങ്ങൾ ഉണ്ടാകുക, ആലോചിക്കാൻ മുഹൂർത്തങ്ങൾ ഉണ്ടാകുക. ഒരുതരം മരുഭൂമി മതമനസ്സാണെങ്കിൽ അതിൽ എന്ത് ചിന്തിക്കാനാണുള്ളത്? ഒന്നും ആലോചിക്കാൻ കൂടിയില്ല. അവിടങ്ങളിലാണ് പുതിയ കാലത്തെ കുട്ടികൾക്ക് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാമെന്ന്. ക്യാമ്പസുകളിൽ അവർ മതമല്ല മനുഷ്യരെയാണ് പ്രശ്നമാക്കുന്നത്. മതം വേണ്ടെന്നല്ല, ജസ്റ്റ് ഓൺലി എ പ്രാക്ടീസ്. അതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ ഓരോ നല്ല മുഹൂർത്തങ്ങളും ആഘോഷിച്ച് തന്നെയാണ് കടന്നു പോകേണ്ടത്. കുറച്ച് സന്ദർഭത്തേക്ക് ജീവിക്കാൻ വേണ്ടി വന്ന മനുഷ്യരാണ്. ആ മനുഷ്യരെയാണ് മതം 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 എന്ന് പറഞ്ഞ് സംഘികൾ ഒരു ഭാഗത്ത്, മൗദൂദികൾ മറ്റൊരു ഭാഗത്ത്, സുഡാപ്പികൾ മറ്റൊരു ഭാഗത്ത്, ക്രിസംഗികൾ മറ്റൊരു ഭാഗത്ത്, ഇങ്ങനെ വേർതിരിഞ്ഞു നിന്ന് മനുഷ്യനെ ശ്വാസം വിടാൻ പോലും സമ്മതിക്കില്ല. അതിനെല്ലാത്തിലും മതത്തിന്റെ പ്രശ്നം കൊണ്ടുവന്ന് തിരികെ കയറ്റുകയാണ്. അവിടെ കുട്ടികൾ നിങ്ങൾ പുറപ്പെടുവിക്കുന്ന ഫത്വ അതിന് ചെവി കൊടുക്കുന്നില്ല. നിങ്ങൾ ഹറാമെന്ന് പറയുന്നതെല്ലാം അവർ ഹലാലാക്കുന്ന കാലമാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് പറയേണ്ടി വരികയാണ്. കാര്യം ഈ അടുത്ത ദിവസമാണ് തൃശ്ശൂരിലെ ഒരു സ്കൂളിൽ നിന്ന് ഒരു ഫത്വ നമ്മൾ കേട്ടത്. ആ ഓണം ആരും ആഘോഷിക്കല്ലേ, അത് മറ്റു മതസ്ഥരെയാണ്, നമ്മുടെ മതം അത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. നമ്മുടെ മതം എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ള മതങ്ങളെ ഒരിക്കലും അംഗീകരിക്കില്ല, അവരുടെ ആഘോഷങ്ങൾ അംഗീകരിക്കില്ല. ഇതൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന നിങ്ങൾ കുട്ടികളുടെ മനസ്സിലേക്ക് എന്താണ് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്? ഇങ്ങനെയുള്ള വെളിച്ചം വീഴാത്ത മനസ്സുകൾക്ക് മുന്നിൽ ആ കുട്ടികളുടെ ഡാൻസ് ഒരു വലിയ വിപ്ലവം തന്നെയാണ്. അവർക്കിത് കണ്ട് 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 കുരു പൊട്ടേണ്ടതുണ്ട്. കാര്യം ഞങ്ങൾ പിടിക്കുന്നിടത്തല്ല കാര്യങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ വിചാരിക്കുന്നിടത്ത് ഇനി ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. ആ കാലമൊക്കെ കടന്നു പോയി കഴിഞ്ഞു. ഓരോ മനുഷ്യരും ജീവിക്കട്ടെ. അതിന് മതത്തെ ഒന്നും ആരും തള്ളിക്കളയാനൊന്നും പോകുന്നില്ല. മതമൊക്കെ മനുഷ്യനെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ ഒരു ജീവിതചര്യയുടെ ഭാഗമാണ് എന്ന് കരുതിക്കൊണ്ട് അവരുടെ സ്വകാര്യ ജീവിതത്തിലോ വ്യക്തി സ്വാതന്ത്ര്യത്തിലോ മതം കടന്നു കയറിക്കൊണ്ട് അവരെ ഈ പൂട്ടിട്ട് നിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് പഴഞ്ചൻ ആശയമാണ്. അന്നത്തെ കാലഘട്ടത്തിലെ പൗരോഹിത്യ വിഭാഗക്കാർക്ക് ഇതൊക്കെ അടിച്ചേൽപ്പിച്ച് അവരുടെ സ്വാതന്ത്ര്യം ഇല്ലായ്മ, അല്ലെങ്കിൽ അവർക്ക് യാതൊന്നും പാടില്ല, മനുഷ്യനായിട്ട് ജനിച്ച് ഇവിടെ ഒരു മരുഭൂമിയായിട്ട് അവസാനിക്കുക, ഇവിടെ അല്ല ജീവിതം, വേറെ ജീവിതം ഉണ്ടെന്ന് പറയുകയാണ്. ഒരു മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് ജീവിച്ച് തീർക്കുന്ന കാലഘട്ടങ്ങൾക്കിടയിൽ അതിൽ സംതൃപ്തി ഉണ്ടാകേണ്ടതുണ്ട്, അതിൽ സന്തോഷം ഉണ്ടാകേണ്ടതുണ്ട്, നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാകേണ്ടതുണ്ട്, നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്, മാനുഷിക ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കേണ്ടതുണ്ട്. അതിൽ മതം ഒരിക്കലും ഒരു വിലങ്ങുതടിയായി മാറാൻ പാടില്ല. അങ്ങനെയുള്ള ചിന്താഗതിയിൽ മാത്രമേ ഈ മതങ്ങൾ തമ്മിലുള്ള പരസ്പരം കലഹിക്കലിന് ഒരു അറുതി വരുത്താൻ കഴിയുള്ളൂ. ആ അറുതി വരുത്തലിന് കേരളത്തിൽ ഒരു പരിധിവരെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് വീണ്ടും ഇരുണ്ട കാലത്തേക്ക് നടത്താനുള്ള പരിശ്രമങ്ങൾക്കിടയിൽ കുട്ടികൾ തന്നെ അവരുടെ പ്രവൃത്തിയിലൂടെ ഓരോ മാതൃകൾ സൃഷ്ടിച്ചുകൊണ്ട് അതിന് മറുപടി കൊടുക്കുമ്പോൾ പലരും അത് കണ്ട് തകർന്ന് തരിപ്പണമാകുന്നുണ്ട്, കുരുപൊട്ടി ഒലിക്കുന്നുണ്ട്. വച്ചനത്തുക എന്നതിനപ്പുറം അതിനൊന്നും മറ്റൊരു മരുന്നുമില്ലെന്ന് പറയേണ്ടി വരികയാണ്.